ഹലോ കൂട്ടുകാരെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇലറൊട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കൈറൊട്ടി എന്നും പറയൂ കേട്ടോ. അപ്പം നമുക്ക് മക്കൾ കുറേ നാളായി ചോദിച്ചു തുടങ്ങിയിട്ടാ. അപ്പം എന്തായാലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ 2 ഗ്ലാസ് പൊടി എടുത്തു, 1/2 കപ്പ് നാളികേരം എടുത്തു, ഒരു 4-5 വെറ്റ് ചുവന്നുള്ളി, കുറച്ച് നല്ല ജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ. 2 ഗ്ലാസ് പൊടിക്ക് ഞാൻ എടുത്തത് 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആ 3 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ അപ്പം തന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു. പിന്നെ നമ്മൾ ആ വെള്ളത്തിനോടൊപ്പം തന്നെയാണ് പൊടി ചേർത്ത് കുറുതായി വരുന്നത്, കുറുക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒട്ടും നമുക്ക് നല്ല മാവിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും, റൊട്ടിക്ക് നല്ല മയവുമായിരിക്കും. അങ്ങനെ അതിലിതേ കുറുതായി വന്നപ്പോൾ ചതച്ച നാളികേരവും ചതച്ച നല്ല ജീരകവും ഇട്ട് നമ്മൾ നല്ലോണം പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. ആ പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ എടുത്ത് കുഴച്ച് ചെറിയ ബോളുകളാക്കി ഇലയിൽ വാഴയിലയിൽ നമ്മൾ വെളിച്ചെണ്ണ തടവി കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളത് ചുട്ടെടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഞങ്ങളിന്ന് കഴിച്ചത്. മട്ടൻ കിട്ടാൻ നേരം വൈകി, അപ്പോൾ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പണ്ടത്തെ വീടുകളിലെല്ലാം മണവാളന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പലഹാരമാണ് മട്ടൻ കറിയും ഈ കൈറൊട്ടിയൊക്കെ കേട്ടോ. അപ്പോൾ അമ്മമാരൊക്കെ ഇത് ദോശക്കല്ലിൽ വെച്ച് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ചുട്ടെടുക്കും. നമുക്കതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വേറെ വിശേഷമൊന്നുമില്ല.